ബാംഗ്ലൂരിൽ നിന്ന് വളരെ ക്രൂരമായി ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ്. ഒരു യുവതിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അസം സ്വദേശിയായ മായ ഗഗോയിയാണ് കൊല്ലപ്പെട്ടത്. മലയാളിയായ ആൺ സുഹൃത്താണ് പ്രതിയെന്നാണ് സംശയം. ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി ആരവ് എന്ന യുവാവിനായി തിരച്ചിൽ നടക്കുകയാണ്. ദൃശ്യങ്ങൾ KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയാണോ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ദിവിഷ, ഈ അപ്പാർട്ട്മെന്റിലെ ഇന്ദിരാനഗറിലെ ഒരു അപ്പാർട്ട്മെന്റിലെ മുറിയിലാണ് ഈ യുവതി അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയ് എന്നുള്ള ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇവർ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായിട്ടാണ് ഇവിടെ മുറിയെടുത്തത്. അതിന് പിന്നാലെയാണ് ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്ത് ആണ് ഇയാളെ കൊലപ്പെടുത്തിയെന്നാണ് ഇന്ദിരാനഗർ പോലീസ് പറയുന്ന ഒരു കാര്യം. ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ എത്തിയ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഇയാളെക്കുറിച്ച് വേറെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ മലയാളിയാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ക്രൂര കൃത്യം നടത്തിയാൽ ഒരുപക്ഷെ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ യുവതിയെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാൾ കേരളത്തിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യത കണക്കിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് കർണാടക പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. ഇയാൾ കുറച്ചു കാലമായി ബാംഗ്ലൂരുവിലുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആണ് ഇവർ സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം ഈ യുവതിയെ അവിടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ യുവതി ആസം സ്വദേശിയാണ്, മായ ഗൊഗോയ് എന്നാണ് അവരുടെ പേര്. ഏതായാലും ഈ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്.